20-ലാണ് ഇപ്പോഴും അവർക്ക് അതിന് കിട്ടാതിരിക്കുന്നതിന്റെ കാരണം അവരുടെ ഡോക്ടർ ആ ഉപ്പ് വെക്കത്തില്ല, സീല് വെക്കത്തില്ല എന്നൊക്കെയുള്ള ചില ശാഠ്യങ്ങൾ എടുത്തിട്ട് ഈ ഒരു ബന്ധപ്പെട്ട പരിശോധിച്ച ഡോക്ടറും വനംവകുപ്പിലെ ചില ഉദ്യോഗസ്ഥരുടെയും അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഈ ആളുകൾക്ക് അവർക്ക് അർഹമായ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാവാത്തൊരവസ്ഥയുണ്ട്. ഇന്നത്തെ യോഗത്തിൽ കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആരാണോ അതിൻ്റെ ഉത്തരവാദികൾ അവർക്കെതിരെ മറ്റ് നടപടികൾ സ്വീകരിക്കണം എന്ന് ഇന്ന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടാണ് ഞാൻ ഈ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വിടുന്നത്. വളരെയധികം ഒരു തരത്തിലും അംഗീകരിക്കാനും ന്യായീകരിക്കാനും കഴിയാത്ത തരത്തിലുള്ള അലംഭാവം എന്നല്ല പറയേണ്ടത്, എന്ത് വാക്കാണ് അതിന് പറയേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം. 2020 സെപ്റ്റംബറിലെ കാര്യത്തിനകത്ത് ഇന്ന് വന്നിട്ടും ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതിന് ഇന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ഇന്നതുപോലെ ആയിട്ടില്ല എന്നെല്ലാമാണ്. ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായ എന്നവണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്ന് പറയാനല്ല. അവരെല്ലാം വന്നിരിക്കുന്നതെല്ലാം ഒരു ജനാധിപത്യമായതുകൊണ്ട് എല്ലാം വന്ന് നിൽക്കുന്നതാണ്. ഇവർക്കെല്ലാം വേണേൽ പറയാൻ കഴിയായിരിക്കും, ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും തോന്നലുണ്ടാവും, ഞങ്ങളെല്ലാവരും PSC പരീക്ഷ എഴുതി ജയിച്ച് വന്നു കയറി ഉദ്യോഗസ്ഥരായിരിക്കും. അത് കൃഷിയിലായിക്കോട്ടെ, പഞ്ചായത്തിൻ്റെ ആയിക്കോട്ടെ, ഏത് വകുപ്പിൻ്റെ ആയിക്കോട്ടെ, ഞങ്ങൾ PSC പരീക്ഷ എഴുതിയതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ കയറി ജോലിക്ക് കയറി, ഞങ്ങൾ എന്തോ വലിയ ആൾക്കാരാണ് ഒക്കെ. അത്രയും കാര്യമൊക്കെ വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇങ്ങനൊരു PSC ഉള്ളതും PSC പരീക്ഷ ഉള്ളതും ആളിനെ എടുക്കുന്നതും ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. ഏകാധിപത്യം ഉള്ളിടത്തോ രാജഭരണം ഉള്ളിടത്തോ ഒരു PSCയും ഉണ്ടാവില്ല. ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായത്, ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഉണ്ടായത്, ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് ഈ ഉദ്യോഗ സംവിധാനം ഇങ്ങനെ ഉണ്ടായത്. അല്ലെങ്കിൽ ആരാണോ ഭരണാധികാരി, ആ ഭരണാധികാരിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഓരോ ഇടത്തേക്കും തിരഞ്ഞെടുത്ത് വെക്കുമായിരുന്നു. ഇപ്പം അങ്ങനല്ല വെക്കുന്നത്. അങ്ങനെ വെക്കാത്തതിൻ്റെ കാരണം ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്. ഈ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി ചേരുന്ന ഒരു ജനത ഏറ്റവും പ്രമുഖമായി വരുന്ന ഒന്നാണ്. ജനാധിപത്യത്തിൽ ജനത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഉദ്യോഗസ്ഥന്മാർ. അവരെന്തോ ഏറ്റവും വലിയ ഉന്നതന്മാരും അവരേതാണ്ട് ചക്രവർത്തിമാരെ പോലെയും കണക്ക് കൂട്ടുന്ന ഒരാൾക്കാരെല്ലാം ഉണ്ട്. ഉദ്യോഗത്തിൻ്റെ രംഗത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും ഞങ്ങളെല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്കിനി ആരും ഒന്നും പേടിക്കേണ്ടില്ല, കൃത്യമായ എന്നോട് ഞങ്ങൾക്കെല്ലാം ശമ്പളം കിട്ടും എന്നുള്ളൊരു ചിന്തയാണ് 2020 പന്നി കുത്തിയനക്കയും സോമനും ഷാജിക്കും ഇത് ആനുകൂല്യം കിട്ടുന്നതിനകത്ത് തടസ്സമാകുന്നത്. പക്ഷേ ഇത്രയും ഒരു തടസ്സമുള്ള വിവരം ഇന്നത്തെ ഈ യോഗത്തിൽ അവതരിപ്പിക്കും. ഇവർ വിചാരിച്ചതും എനിക്കറിയാൻ വയ്യാത്ത ഏതോ ഒരു സംഭവമാണെന്നുള്ള ഇടത്തിലാണ് അവരെല്ലാം കരുതിയിരുന്നത്. ഈ വന്നിരുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഇപ്പോഴും ധാരണ അങ്ങനെ ആയിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. അവർ നോക്കുന്നുണ്ടെങ്കിൽ ചേർത്തലയിലെ ഒരു ജനപ്രതിനിധി, ചേർത്തലയിലും കാടുകളും പ്രശ്നമൊന്നുമില്ല.